ഇത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മാറും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്താണ് ഇവിടെ വചനം പറയാണ്? അബ്രാഹത്തിനും അവന്റെ സന്തതി പരമ്പരകൾക്കും ദൈവം കൊടുത്ത വ്യവസ്ഥകളില്ലാത്ത അനുഗ്രഹം വിജാതീയരായ നമ്മിലേക്കും. നമ്മളാരാ? വിജാതീയരാണ്. നമ്മൾ യഹൂദരല്ലല്ലോ, നമ്മൾ വിജാതീയരാണ്. വിജാതീയരായ നമ്മളിലേക്കും അതേ അനുഗ്രഹം നമ്മുടെ തലയിലും വീഴുന്നതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അപ്പൊ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോ ആ വ്യക്തിക്ക് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ഒരു അവകാശമായി ലഭിക്കുകയാണ്. നിങ്ങളിത് വിശ്വസിക്കണം. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കർത്താവിലായിരിക്കുമ്പോ എനിക്ക് അനുഗ്രഹിക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെടണം, അതിനല്ലാതെ വേറൊരു സാധ്യതയില്ല. അപ്പൊ അത് എന്നിൽ സംഭവിക്കാൻ യേശു അത് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് യേശു എന്നെ വിളിച്ചത്. നിങ്ങളിങ്ങനെ ചിന്തിക്കുക. അതായത് യേശു ക്രിസ്തു വഴി അബ്രാഹത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും അവകാശിയാണ്. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപടി മണ്ണില്ലാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് 5 സെന്റ് വാങ്ങാനുള്ള നിവൃത്തിയില്ല. പക്ഷെ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിനകത്ത് മണ്ണുണ്ട്. മണ്ണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരുപടി മണ്ണുണ്ടാവുക എന്നുള്ളത് ബൈബിൾ നിങ്ങൾക്ക് തരുന്ന അവകാശങ്ങളിൽ ഒന്നാണ്. ഇത് നീ വിശ്വസിക്കും. അതിന് നീ ഒരു ലോണും എടുക്കണം. അത് തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. കാരണം ദൈവം പറഞ്ഞു, ഇത് വ്യവസ്ഥയില്ലാതെ ഞാൻ തരുന്ന അനുഗ്രഹം. നിന്റെ മക്കള്, അങ്ങനല്ലേ പറഞ്ഞു, നിന്റെ സന്തതികള് അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞു. നിന്റെ മക്കള് നശിച്ചു പോവുക എന്ന് പറഞ്ഞൊരു സാധ്യത ഇല്ല. എന്താ ഇത് സംഭവിക്കുന്നറിയാമോ? നമ്മള് വിശ്വസിക്കാത്ത കാലത്തോളം ഇതൊന്നും നമ്മൾ സംഭവിക്കത്തില്ല. നമ്മൾ പറയേണ്ടതെന്നറിയാം, നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ പറയേണ്ടതെന്നറിയാം, കർത്താവേ, ഇതിങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്. നീ എന്നോട് പറഞ്ഞ വചനപ്രകാരം ഞാൻ ഇങ്ങനെ വാടക വീട്ടിൽ കഴിയേണ്ട ഒരാളല്ല. എനിക്ക് സ്വന്തമായിട്ട് മണ്ണും വീടും ഉണ്ടാവേണ്ടതാണ്. ക്രിസ്തുവിൽ ഞാനത് വിശ്വസിക്കും. എന്റെ തലമുറ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. എന്റെ മക്കൾ വഴിയാധാരം ആവരുത്. എന്റെ കുഞ്ഞുങ്ങൾ ലഹരി കടിമകളായിട്ട് നശിക്കരുത്. എന്റെ കുഞ്ഞുങ്ങളെ മദ്യഷാപ്പിന്റെ വരാന്തേന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ട ഗതികേട് എനിക്ക് വരരുത്. കർത്താവേ, ഇതെന്റെ അവകാശമാണ്, ഇതെന്റെ അവകാശം. ഒറ്റ കാര്യം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടാം. ഒരു പ്രാർത്ഥനാപ്പായ വിരിച്ചിട്ട് മുട്ടയിൽ നിന്നിട്ട്, അപ്പാ എനിക്ക് ഔദാര്യമൊന്നും വേണ്ട, എന്റെ അവകാശം തരാൻ പറഞ്ഞാൽ മാത്രം മതി, നിന്റെ തലവര മാറും. എന്താ നടക്കാത്തതെന്നറിയോ? എനിക്ക് 100 വട്ടം ഉറപ്പുണ്ട്. അത് കാരണം അതുപോലെ ദൈവാനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ടല്ല, ചോദിച്ചിട്ടല്ല, വിശ്വസിച്ചിട്ടാണ്. അത് മാത്രമേ ഉള്ളൂ, വിശ്വസിച്ചിട്ടാണ്. അതായത് ഇത് എനിക്ക് എന്റെ ദൈവം തരേണ്ടതാണ്, ഇതെനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്, ഇതെന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്, ഇതെന്റെ യേശുവിലൂടെ, എന്റെ യേശു കഷ്ടത സഹിച്ചതിലൂടെ എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണിത്. അത് എന്റെ തലയിൽ വന്നേ പറ്റൂ. മനസ്സിലായോ? എഴുതപ്പെട്ട തിരുവചനത്തിൽ വിശ്വസിക്കണം. ഇതിനകത്ത് പറഞ്ഞതൊന്നും കെട്ടുകഥയല്ല. ഇതൊക്കെ പറഞ്ഞ 100% ഇതിനകത്ത് പറഞ്ഞതെല്ലാം നിറവേറും.